നമസ്കാരം. 2 ദിവസത്തെ യാത്രാ പ്ലാനാണ് പാലക്കാട്ടേക്ക്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അതിനായി കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് അത്തരം ചില ഇടങ്ങളിലേക്കുള്ള യാത്രയാണ്. പാലക്കാട് എന്ന് ആലപ്പുഴക്കാരനായ ഞാൻ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുൻപേ പോയവർ പറഞ്ഞു കേട്ട ചില സ്ഥലങ്ങളും രുചികളുമാണ്. അങ്ങനെ ഞാനും എത്തി രാമശ്ശേരി ഇഡലി കഴിക്കാൻ. ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ തിരക്ക് കുറവായിരുന്നു. ചായ ടൈം ക്ലോസ് ചെയ്യാറായി. മുൻപ് അവിടെ വന്ന് രുചിയറിഞ്ഞ പ്രതിഭകളുടെയൊക്കെ ഫോട്ടോസ് ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. അത് വീക്ഷിച്ചു വരുമ്പോഴേക്കും ദാ ഇഡലി എത്തി. ഇഡലി കണ്ട എനിക്ക് കൗതുകമായി. നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു രൂപമല്ല ആ ഇഡലിക്ക്. ഇത് ദൊഡലി എന്ന് വിളിക്കാം. ഒപ്പം കറികളായി സാമ്പാർ, ചട്നി, പിന്നെ ചമ്മന്തിപ്പൊടി. ആവശ്യമുള്ളവർക്ക് അത് എണ്ണയുമായി ലയിപ്പിക്കുവാൻ ഓയിലും ഓരോ ടേബിളിലുണ്ട്. ഞാൻ ചമ്മന്തിപ്പൊടി ഓയിലുമായി ലയിപ്പിച്ചു. ടേസ്റ്റ് എന്തെന്നറിയാൻ എൻ്റെ ക്യാമറമാൻ എൻ്റെ മുഖത്ത് തന്നെ ക്യാമറ ഉറപ്പിച്ചു. കുഴപ്പമില്ല എന്ന് നിങ്ങൾക്കും എൻ്റെ മുഖഭാവം കണ്ടാൽ മനസ്സിലാവില്ലേ? അതെ, കുഴപ്പമില്ല. എല്ലാവരും ടേസ്റ്റ് ഒരുപോലെ അല്ലല്ലോ. അവിടെ നിന്നും ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഇന്ന് പോകുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിനാണ്. പക്ഷേ ഇപ്പോൾ അവിടെ പൂജയും കർമ്മങ്ങളൊന്നുമില്ല. ഈ ക്ഷേത്രത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകതയാണ് ഇതൊരു വലിയ കുളത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം. കൊല്ലങ്കോട് പല്ലശ്ശന ഒക്കനാങ്കോട് ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ പുരാതനമായ ഐതിഹ്യങ്ങളും ചരിത്രവും ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒക്കനാങ്കോട് ശിവക്ഷേത്രം. പഴയ മുരുക്കുളി ഒക്കനങ്കോട് ശ്രീ ശിവക്ഷേത്രം കുതിരവട്ടം സ്വരൂപത്തിന്റെ ഉടമസ്ഥയിലുള്ളതും പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിന്റെ ഒക്കനങ്കോട് വലിയ കുളത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതുമാണ്. 15-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ കോഴിക്കോടൻ സാമൂതിരിയുടെ ഭരണകാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടവയാണെന്നാണ് രേഖകൾ പറയുന്നത്. ഈ വലിയ കുളം തലക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു. കൃഷിക്ക് ജലം നൽകുന്ന പ്രധാന സംഭരണമായി ഈ കുളം നിലനിൽക്കുന്നു. കുളത്തിനുള്ളിലെ പാറപ്രദേശത്ത് ക്ഷേത്രം സ്ഥാപിച്ചത് ആഗ്രഹിക സമൂഹത്തിന്റെ ആത്മീയ ഉന്നമനത്തിനായിരിക്കാം. കുതിരവട്ടം സ്വരൂപത്തിലെ അംഗങ്ങൾ ഇന്നും പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്വരൂപം കുളം താൽക്കാലികമായി പഞ്ചായത്തിന് നീന്തൽ പരിശീലനത്തിനും ജലസംരക്ഷണത്തിനും പരിസ്ഥിതി സന്തുലനത്തിനും ഉപയോഗിക്കാനാണ് എന്നത് അവരുടെ സാമൂഹ്യ ബോധത്തിന്റെ തെളിവാണ്. ക്ഷേത്രം ഇപ്പോൾ അവശിഷ്ടാവസ്ഥയിലായതിനാൽ അതിന്റെ പുനരുദ്ധാരണത്തിനായി പല്ലശ്ശന ക്ഷേത്ര പുനരുദ്ധാരണ സമിതിക്ക് അത് ഏൽപ്പിക്കുകയും ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ പാതയിലുമാണ്. ക്ഷേത്രക്കുളത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിസരത്ത് കുറച്ചു നേരം സമയം ചെലവിട്ടതിന് ശേഷം അടുത്ത കാഴ്ചകൾക്കായി അവിടെ നിന്നും യാത്ര തിരിച്ചു.